രാവിലെ 8 മണിക്ക് ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഇന്ന് കാണാൻ പോണേ. 8 മണിക്ക് മുന്നേയുള്ള കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ 8 മണിക്ക് തന്നെ എനിക്ക് വിവേകൻ എന്ന ഓഫീസ് പറഞ്ഞേക്കാൻ പറ്റുള്ള കാര്യം ഉറപ്പാട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. 8 മണിക്ക് ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണേ. സാധാരണ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളെ റിയാൻ നീക്കാറുണ്ട് കേട്ടോ. ഇന്നെന്തോ മഴയൊക്കെ കാരണമൊന്നും റിയാൻ നീച്ചിട്ടില്ല. അതാണ് ഞാൻ ഇത്ര റിലാക്സ് ആയിട്ടിരിക്കണേ. ഇങ്ങനെ വിവേകേട്ടന് പോകാൻ ഞാൻ ഗേറ്റും തുറക്കാറില്ല കേട്ടോ. പക്ഷേ ഇന്നെന്തോ വീഡിയോ എടുക്കുന്നതുകൊണ്ടും പിന്നെ കുട്ടികൾ നീക്കുന്നതുകൊണ്ടും അത് സെറ്റായേ. വിവേകേട്ടൻ കഴിച്ച പ്ലേറ്റ് തന്നെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാറ്. അത് ഭർത്താവിനുള്ള അധിക സ്നേഹം കാണുന്നില്ല, പാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേസ്. പിന്നെ അത് രണ്ടാമത് പാത്രം എടുക്കണ്ടേ, അപ്പോൾ ഇതെന്താ ഇത് തന്നെ കഴിച്ചാൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഇന്ന് ദോശയും ചെറുപയറിൻ്റെ കറിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ കുറച്ച് പാത്രങ്ങൾ അടുക്കളയിൽ കഴുകാണ്ടെന്ന് അതും കഴുകി വെച്ചേ. അടുക്കള കുറച്ച് ഓൾഡ് ഫാഷൻ ആയതുകൊണ്ട് തന്നെ അമ്മയും ചേച്ചി എപ്പോഴും പറയട്ടെ ഈ അടുക്കളത്തെ വീഡിയോസ് എടുക്കല്ലേ, അടുക്കളയിൽ നിന്ന് വീഡിയോസ് എടുക്കല്ലേന്ന്. അടുക്കള കുറച്ച് പഴയതാണ് ചുരുക്കി അപ്പുറത്തെ വസന്തേടത്തിൻ്റെ പേരെന്ന് പോയി എടുക്കാൻ പറ്റും വീഡിയോസ്. നോട്ട് ഇറ്റ്. എനിക്ക് എൻ്റെ വീടും എൻ്റെ അടുക്കളയും മറ്റുള്ളവരെ കാണിക്കുന്നതിൽ ഒരു കുറച്ചിട്ട് എനിക്കില്ല കേട്ടോ. ദെൻ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ സിനിമട്ടെ. റിയാൻ നീക്കുമ്പോഴേക്കും എല്ലാ പണിയും പെട്ടെന്ന് കഴിക്കണം കേട്ടോ ഇന്നത്തെ ടാർഗറ്റ്. മഴയും കാറ്റും കാരണം വീടിൻ്റെ പരിസരം ഒക്കെ ഒരു കഥ കേട്ടോ. കിണറ്റിലാണെങ്കിൽ നല്ല വെള്ളമുണ്ട്, ജസ്റ്റ് അങ്ങനെ കപ്പിയോണ്ട് ജസ്റ്റ് കോരണ്ട, ജസ്റ്റ് മുക്കിയെടുത്താൽ മതിട്ടാ. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് തലയിൽ എണ്ണ വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഡെയിലി കുളിക്കാറുണ്ട്, ഡെയിലി തലയിൽ എണ്ണ വയ്ക്കാറുണ്ട്. കാരണം എന്താ പറയുക, എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ച് അതിനും ഒരു മരുന്ന് ഒരു എണ്ണ ഡെയിലി തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എണ്ണ കേട്ടോ. കാരണം ഞാൻ ഈ ഒരു കുപ്പീൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ തേച്ച് തുടങ്ങിയിട്ടുള്ളൂ. 2 ആഴ്ചയായിട്ടുള്ളൂ ഞാൻ തേക്കൽ തുടങ്ങിയിട്ട്. നല്ല റിസൾട്ടാണ്. മുടി കൊഴിച്ച് നന്നായിട്ട് നിന്നു. എനിക്ക് പുതിയ മുടി വല്ലാവാനോ ഒന്നും അല്ല എനിക്ക് ആഗ്രഹം, എൻ്റെ മുടി കൊഴിച്ച് നിൽക്കാനാണ്. കാരണം ഡെയിലി 100-200 മുടി കൊഴിയുമ്പോൾ ആ ഒരു വേദന എല്ലാ ഗേൾസിനും മനസ്സിലാവും, ഗേൾസിനല്ല എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ആ ഒരു 100-200 മുടി കൊഴിഞ്ഞതിൽ നിന്ന് 12-10 മുടി ആവണത് ഭയങ്കര ഒരു കിട്ടലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ട് ഓയിലായിട്ടത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു മാസം കണ്ട് റിവ്യൂ ഒക്കെ പറഞ്ഞു തരുന്നതിൻ്റെ ഞാൻ എവിടെ കാണിച്ചതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും എണ്ണയൊക്കെ തേച്ച് സെറ്റാകുമ്പോഴേക്കും എൻ്റെ റിയാൻ നീറ്റിട്ടോ. അപ്പോൾ റിയാൻ നീറ്റ് കുറച്ചിട്ട് ഒരു അങ്കലാപ്പായിരിക്കും. ആ ഒരു അങ്കലാപ്പ് മാറാൻ ഒരു 10-15 മിനിറ്റ് മതി ഗൈസ്. ആ ഒരു അങ്കലാപ്പ് മാറി താഴത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഒക്കത്ത് കയറില്ലാണല്ലോ കേട്ടോ മറ്റൊരു സത്യം. പിന്നെ കളി കയറി മറിച്ചിലൊക്കെ കേട്ടോ. മക്കൾക്ക് രണ്ടാക്കും രാത്രി ഉറങ്ങുമ്പോൾ പാമ്പേഴ്സ് ഇട്ടെടുക്കൽ പണ്ട് ഞങ്ങൾ ശീലം കേട്ടോ. പിന്നെ അത് മാറ്റിയിരുന്നു. പിന്നെ അത് എന്തൊക്കെയോ അലർജിയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ മാറ്റി. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പിന്നെ ആ ഒരു ശീലം തുടങ്ങി. കാരണം ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും രാവിലെ നീക്കൽ പുഴയെന്നാണ് ഗൈസ്. ഇപ്പോൾ റിയ മാത്രമേ നീട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അന്നൂനെ നീപ്പിക്കട്ടെ. കാരണം അങ്ങനെ അന്നൂനെ നീപ്പിച്ച് രണ്ടാളൊപ്പം പല്ലേപ്പിച്ച് കുളിപ്പിച്ചിട്ട് രണ്ടാൾക്കും ഒപ്പം എന്താ ഇങ്ങനെ നോക്കണേ നോക്കടാ. രണ്ടാൾക്കും ഒപ്പം ഭക്ഷണം ഊട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ ഇവന് ഊട്ടിക്കൊടുക്കണം, ഓൾക്ക് ഊട്ടിക്കൊടുക്കണം. വെറുതെ സമയങ്ങളാണ്. അപ്പോൾ നമുക്ക് രണ്ടാൾക്കും ഒപ്പം ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം കുഞ്ഞാന് കുറച്ച് ഫീഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അവൻ എന്ത് ചെയ്യും, കുറച്ചും കൂടി കുളിക്കണ വരെയൊക്കെ അവന് സെറ്റാവും. ഫീഡ് ചെയ്തിട്ട് നമുക്ക് അന്നുവ നീപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, നീപ്പിക്കാം, ഭക്ഷണം കൊടുക്കാം, കുളിപ്പിക്കാം, മെലിയാം ഒക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയായിട്ട് പറഞ്ഞേക്കണം. അങ്ങനെയായിട്ട് ഉണ്ട് ഗൈസ് നമ്മുടെ റൂമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലാട്ടപ്പുള്ളത്. അങ്ങനെ ഉണർത്താണ് ചേച്ചി, ഉണർത്തട പൊന്ന ചേച്ചി, ഉണർത്തിക്ക. നമ്മുടെ റിയാൻ ട്രൗസർ ഇട്ടിട്ടില്ല, അതാണ് ഞാൻ അവൻ്റെ അടിക്കും കൊടുക്കാത്തത് അല്ലേ. അല്ല പെണ്ണുങ്ങളെ കണ്ടാ മോശമല്ലേ അല്ലേ കുഞ്ഞാ? എന്തിനു മോശമാണ്? എണീക്ക് ചേച്ചി, പറയും ചേച്ചി. അന്നുവിന്റെ മൈലാഞ്ചി കാണട്ടെ അമ്മ. അന്നൂസേ അമ്മയുടെ കുട്ടീൻ്റെ മൈലാഞ്ചി കാണട്ടെ. എവിടെ? ഓ അടിപൊളി. എണീക്ക്, ഇന്ന് അങ്ങാടി പോണ്ടേ? നീക്കടോ, നീക്കറിയാ. ചേച്ചി ഉണർത്തിക്ക, ഓണത്തോട് ചെക്ക. ആ ചേച്ചി നീറ്റ്. ഗുഡ് മോർണിംഗ് പറഞ്ഞ. ഗുഡ് മോർണിംഗ് പറയടോ. എന്ത് മോർണിംഗ്? ഗുഡ് മോർണിംഗാ. ഇവിടെ നിന്ന് എന്താ ചെയ്യാൻ പോണത്? പിന്നെ പിന്നെ കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കണം. എന്താ ഭക്ഷണം കഴിപ്പന്നുള്ളൂ? പല്ലേച്ച് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ എന്നിട്ട് കുളിച്ചു. ഓക്കെ, പിന്നെ അങ്ങനെ അടിക്കണോ? ഇഷ്ടമാണോ അങ്ങനെ പോവാൻ? ഇന്നെന്താ ദിവസം? ട്യൂസ്ഡേ. അപ്പൊ ഗൈസ് നമ്മളിതാ എല്ലാവരും അന്നു നീറ്റു, റിയ നീറ്റു. നമ്മളിപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് നമുക്കിനി
ഉച്ചക്കത്തേക്കുള്ള ജസ്റ്റ് കറി ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. കറി മീൻസ് അതൊരു തേങ്ങ കരച്ച് വെച്ചിട്ടുണ്ട്. മീൻ കിട്ടിയാൽ മീൻ കറി വയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി വയ്ക്കും. അപ്പോൾ അത് വേറെ പണിയൊന്നുമില്ല. തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഭയങ്കര റിലാക്സ്ഡായി. അപ്പോൾ ഇനി നമുക്ക് ഞന്നൂനെയും റിയനെയും ഒന്ന് പല്ലൊക്കെ തേച്ച് കുളിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഭക്ഷണം കൊടുക്കണം. അത് കണ്ട് അന്നൂനെ അങ്ങനാടി കൊണ്ടാക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഇത്. അപ്പോൾ ഭക്ഷണം കൊടുക്കണം, പല്ലേക്കണം ഒക്കെ ഞാൻ പറ്റിയ വീഡിയോ എടുക്കാം കേട്ടോ, കാരണം റിസ്ക് ആയിരിക്കും. റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് പേരിനെ വിരിച്ചിട്ടാട്ടോ. അതിൻ്റെ ആവശ്യമില്ല, കാരണം അത് വെറുതെ ആണെന്ന് നന്നായിട്ട് അറിയാം. എന്നാലും വെറുതെ നമ്മളൊരു വഴിക്ക് പോവലിച്ചിട്ട് വിരിച്ചിട്ടാണ്. റിയ അന്നു വന്നതിന് ശേഷം റൂമൊന്ന് വൃത്തിയോടെ കാണാൻ ഞങ്ങൾക്ക് സത്യം പൂതിയായിട്ട്. കാരണം എത്ര വൃത്തിയാക്കി വെച്ചാലും അത് പിന്നെ അവിടെ വലിച്ചിടും ഇവിടെ വലിച്ചിടും അങ്ങനെ കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചത് എന്താ ഇനി സംഭവിക്കാൻ പോകണമെന്ന് ഗൈസ്. രണ്ടാളുടെയും പല്ലുതേപ്പും കുളിയും കൂടെ എൻ്റെ കുളിയും ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇനി അതിൻ്റെ കൂടെ വീഡിയോസ് എടുക്കാൻ നിന്നാലേ ലാസ്റ്റ് അന്നൂന് അംഗനവാടി പോകാൻ നേരെ വഴുകും. ഇതാട്ടോ ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ കണ്ണൊന്ന് വെട്ടിയാൽ ഇവൻ എവിടേക്കാണ് കയറി മറിയണമെന്ന് പറയല്ല കേട്ടോ, കാരണം ഭയങ്കര ഡേഞ്ചറാണ് ഇവന്. അതുകൊണ്ട് തന്നെ മിക്ക സമയത്തും എൻ്റെ ഭക്ഷണം കഴിപ്പും എൻ്റെ മുടികെട്ടലൊക്കെ ഇവരെ വൈത്തൽ നടന്നിട്ടാണ് ഞാൻ ചെയ്യൽ. കഴിച്ച് ഞങ്ങളുടെ റോഡ് പ്രത്യേകിച്ച് നല്ല രസമായിട്ട് കാണാൻ, നല്ല വെള്ളവും നല്ല ചളിയൊക്കെ ആയിട്ട് സൂപ്പറാണ്. നന്നു അന്ന എങ്ങോട്ടാ പോണത്? വെള്ളപ്പൊക്കമൊന്നും അല്ലെങ്കിലും നാട്ടിൽ മൊത്തം വെള്ളാട്ടോ. വീടും പറമ്പും റോഡും ഒക്കെ വെള്ളമാണേ. ഞങ്ങൾ അങ്ങനെ വടക്കി ഈ ഒരു വീടിൻ്റെ മുന്നിൽ കൂടെ ആയിട്ട് പോവല്. അപ്പോൾ ഈ വീടിൻ്റെ മുന്നിൽ കിടക്കാൻ പറ്റാത്ത കുളത്തിൽ വെള്ളമാണ്. പിന്നെ അപ്പുറത്തൊരു ചളിക്കുണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വേറൊരു വീടിൻ്റെ മതിൽ ചാടി കിടന്നിട്ടാണ് പോയത്. സാധാരണ റോഡിനോട് പോകുമ്പോൾ ഒരുപാട് പോവാണ്ടാണ് ഇങ്ങനെ ചാടി മറിഞ്ഞ് പോകണം കേട്ടോ. അങ്ങനെ ചാടി മറിഞ്ഞ് പറമ്പെന്നൊക്കെ കടന്ന് വന്ന് റോഡിലെത്തിയപ്പോൾ റോഡിൽ അതിലേറെ വെള്ളം കേട്ടോ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ താമരക്കുളം. പണ്ട് താമരൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ കുളത്തിൽ താമരൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും പേരുണ്ട് ഗൈസ്. 24 മണിക്കൂറും എൻ്റെ വിവേക് ഈ ഒരു കുളത്തിൻ്റെ ചുറ്റുവട്ടത്തായതുകൊണ്ട് തന്നെ അന്നുവിൻ്റെ വിചാരം ഇത് വിവേകിൻ്റെ കുളം എന്നാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ കുളം കണ്ട അച്ഛൻ്റെ കുളം എന്നാണ് പറയാറ്. അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിലെത്തിട്ടാണ്. അപ്പോൾ കാലൊക്കെ കഴുകി നാലൊക്കെ വൃത്തിയായതിനു ശേഷം ഞങ്ങൾ അംഗനവാടി കയറുമ്പോഴേക്കും നമ്മുടെ അന്നുവിനെ വിളിക്കാൻ ഓരോ ടീംസൊക്കെ എത്തിയിട്ടോ. വാ പറഞ്ഞിട്ട്. അന്നുനാണെങ്കിൽ ഓളെ ഫ്രണ്ട്സിനെ കാണും ഭയങ്കര നാണുള്ള സംഭവം. നമ്മളിപ്പോൾ കല്യാണത്തിലൊക്കെ പോയിട്ട് കണ്ടാൽ ഭയങ്കര നാണായിരിക്കും ആൾക്ക്. അങ്ങനെ അംഗനവാടിയിൽ കയറി ടീച്ചർക്ക് അന്ന് മീറ്റിംഗ് കാണും. ടീച്ചറില്ല, നമ്മളെ ഹെൽപ്പർ മാത്രമല്ലോ കേട്ടോ. അങ്ങനെ ഒരു ഉമ്മിൻ ടാറ്റ കൊടുത്ത് അവിടെ നിന്ന് പോന്നിട്ടോ. അപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്കി നാളെ വിടാവേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ സനി. ബൈ.